Om Namah Shivaya. ഇത്രയും സംസാരിക്കുമ്പോഴേ എനിക്ക് സഹജമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് മാഡത്തിന് എന്തെങ്കിലും ടൂൾസിന്റെ ആവശ്യമുണ്ടോ? മീൻസ് ഇപ്പം ഈ ഒരു പ്രസൻസിൽ ഡെഫിനറ്റ്ലി കുറച്ച് സാന്നിധ്യങ്ങളോട് ഉണ്ടാവും. ഐ ബിലീവ് സോ. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പം മാഡത്തിന് അങ്ങനെ ഈ നേക്കഡ് ഐ വെച്ച് ഇങ്ങനെ സോൾസ് പ്രസൻസ് കാണാൻ പറ്റുമോ? അതോ ആർ യു യൂസിങ് എനി ഡിവൈസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? No, I'm not using any device. പിന്നെ എനർജി വർക്കില് പല ഇംപ്രഷൻസും കിട്ടും. അത് എല്ലാവർക്കും ഒരുപോലെ അല്ല കിട്ടുന്നത്. പിന്നെ ഒരു ചിലര് കാണും, ചിലര് കേൾക്കും, ചിലര് ഫീൽ ചെയ്യും, ചിലർക്ക് അറിയാം. ഇതാണ് ഞാൻ കാണുന്നതെന്ന് ഒരു ഫീലിംഗ് കാണും. പിന്നെ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അതിൽ റൈറ്റും റോങ്ങും ഒന്നും ഇല്ല, അങ്ങനെയാണ്. അപ്പൊ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം കാണണം എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യാം. വിഷണറി ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാം. എവ്രിബഡി ഈസ് ഇൻറ്റ്യൂട്ടീവ്. അങ്ങനെ ഒരാളും ഇല്ല ഇൻറ്റ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ ഒരാളില്ല. പിന്നെ നമ്മൾ എത്രത്തോളം കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യണോ അത്രയും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോണില്ല. എന്നുവെച്ചാൽ ഭയങ്കര ലോജിക്കായിട്ടുള്ള ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ആളുകൾ അത്ര ഇതിലോട്ട് പോവില്ല. പക്ഷെ അവർക്കും ഇത് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ആർക്കും ഒരു ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതില്ല. സ്കിപ്പ് ചെയ്തു. ഞാൻ ചോദിച്ച ചോദ്യം അടുത്തിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? മീൻസ് കാണാനായിട്ട് പറ്റുമോ? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വേണം എന്ന് വെച്ച് നോക്കിയിട്ട് കണ്ടതല്ല. അത് അങ്ങനെ വന്നു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന തെറപ്പി നടക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്ര കൊച്ചല്ല, ഒരു 30 വയസ്സായ ഒരു സ്ത്രീ തെറപ്പിക്ക് വന്നു. മുമ്പ് വന്നിരുന്നു. എനിക്കറിയാം ആ കുട്ടിയെ. അപ്പം വന്ന് ഇരുന്നപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇതില് എന്തെന്നോ ഒരു പൊസഷൻ ഉണ്ടെന്ന്. ആൻഡ് ദ വാസ് സോ വി ഹീൽ ദാറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ സാധാരണ വരും. എന്ത് ടൈപ്പ് ഹീലിംഗ് ആണോ ചെയ്യുന്നത്? റെക്കി ആണോ അതോ മറ്റെന്തെങ്കിലും? റിഗ്രഷനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാമോ? എന്ത് തരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്കാണ്? അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓറയിൽ തന്നെത്താനെ തന്നെ അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ ഓറ എക്സ്പ്ലോറേഷൻ ചെയ്താല് നമുക്ക് മനസ്സിലാവും വേറെ എനർജി ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ചില എനർജീസ് കുറച്ച് സമയം എടുക്കും പോവാൻ, ചില എനർജീസ് വേഗം പോകും. അത്രേ ഉള്ളൂ. മെമ്മറീസ് ആണെങ്കിലും നമ്മൾ അതിനെ ട്രിഗർ ചെയ്തതിന് ശേഷമാണോ നമ്മൾ അതിനെ? അതെ, അവയർനെസ്സിൽ വരണം. ഇതാണ് മെമ്മറിന്ന് അവയർനെസ്സിൽ കൊണ്ടുവരണം, എന്നാലേ അത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില സമയങ്ങളിൽ ഈ ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം സ്റ്റിൽ ബോൺ ആയിട്ട് വരുന്ന, അപ്പൊ അവരെ കുറിച്ച് സാധാരണയായിട്ട് അവർ നമ്മൾ ഈ ചാപിള്ളകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പൂജകളും കാര്യങ്ങളും ചെയ്യും. പണ്ട് കേട്ടിട്ടുണ്ട് പഴയ വീടുകളിലേക്ക് ഭിത്തിയിൽ തന്നെ ഈ കുട്ടികളെ വീടിനകത്ത് തന്നെ സംസ്കരിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന എനർജികൾ വളരെയേറെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു റീസൺ ബ്ലോക്ക് ആവുകയും ചെയ്യാം, ബ്ലോക്ക് അല്ലായിരിക്കും ചെയ്യാം, ഡിപ്പെൻസ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാല് പിന്നെ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കണം. പിന്നെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചിലപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കർമ്മം, ബാക്കി അത് തീർത്തു അവര് പോയി, അത്രേ ഉള്ളൂ. ശാപത്തിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വന്നിട്ട് പിന്നെ കുടുംബത്തിന് ദോഷമായിട്ട് നിൽക്കുന്ന അങ്ങനെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. സാധ്യത എല്ലാത്തിനും ഉണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ അപ്പം വായിച്ചിട്ടുണ്ട്
ഈ 3 വയസ്സ് വരെ ഒരു കുട്ടി അതിന്റെ സോള് തന്നെ ഡിസൈഡ് ചെയ്യുന്നു അതിനെ വേണമോ വേണ്ടെന്നുണ്ട്. അപ്പൊ 3 വയസ്സ് വരെ അതിന് ഒട്ടും കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 3 വയസ്സിന് മുമ്പ് ഈ ശരീരം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു പവർ അതിന് ഈ സോളിനുണ്ടെന്ന്. 3 വയസ്സ് തന്നെ പറയാൻ പറ്റില്ല. കുട്ടികൾ ചെറുതായിരിക്കുമ്പോ അല്ല, 3 വയസ്സ് വരെ, 3 വയസ്സിന് ശേഷം പിന്നെ അതിന് അങ്ങനെ സാധ്യത കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അത് തന്നെ പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ചില കുട്ടികള് പിന്നെ ഈ പാസ്റ്റ് ലൈഫ് ഒക്കെ ഓർമ്മയിൽ വരുന്നത് 3 വയസ്സിന് താഴെയാണ്. അപ്പൊ ഇപ്പൊ ഒരു ട്രോമാറ്റിക് ആയിട്ട് ഒരു ലൈഫാണ് അതിന് മുമ്പ് ജീവിച്ചതെന്ന് വെച്ചാല് അത് ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ അത് വരുമ്പോ ആ കുട്ടി ചിലപ്പം ഡിസൈഡ് ചെയ്യും വേണ്ടെന്ന്. അതും പോസിബിലിറ്റിയേ ഉള്ളൂ. അത് തന്നെ നടക്കുമെന്ന് ഞാൻ പറയണില്ല. അത് നടക്കാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന കുറച്ചുകൂടെ ഹയർ ബർത്ത് ആയിരിക്കുമോ അതോ ലോവർ ബർത്ത്, അതും ഡിപ്പെൻസ് അല്ലേ? അതും ഡിപ്പെൻസ് ഓൺ വാട്ട് ഹി ഹാസ് ചോസൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലൊന്നും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് മാത്രമേ നടക്കുള്ളൂ എന്ന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇപ്പം മാഡത്തിന്റെ പ്രീവിയസ് ബർത്തില് മാഡം ഇതുപോലെ തന്നെയാണോ ഈ ഒരു ഫീൽ, അതായത് ഐ ഫീലിംഗ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളിപ്പോ എത്രയൊക്കെ മാറ്റി വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു ഞാനെന്നൊരു സ്വത്വം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ ഈ മാഡത്തിന്റെ നെക്സ്റ്റ് ബർത്തിൽ, അത് ഉടനെ സംഭവിക്കേണ്ട, ഞാൻ പറഞ്ഞത് മാഡത്തിന്റെ നെക്സ്റ്റ് ബർത്തിലും ഇതേ രീതിയിലുള്ള ഒരു അവയർനെസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ എന്ന് പറയുന്ന ഫീൽ ഉണ്ടാവും. മേ ബി മാഡം ജനിക്കുന്നത് ഒരു പുരുഷനായിട്ടായിരിക്കാം, US-ലായിരിക്കാം, അതർവൈസ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ട് മേ ബി ഇൻ ഹിമാലയാസ്, അങ്ങനെ എവിടെയാണെങ്കിലും ഈ ഞാനെന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടാകുമോ? അത് ഞാൻ ഡിസൈഡ് ചെയ്താലേ കാണുള്ളൂ. ഇപ്പൊ എനിക്ക് വേറെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് സൈഡിൽ കൂടെയാണ് എനിക്ക് ഇവോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മാഡം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഞാൻ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് എപ്പോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെ ആവണമെന്നില്ല. ഒരു സെക്കൻഡ്. അപ്പൊ നോർമലി നമ്മൾ പറയില്ലേ മാഡം, ഈ ഒരാള് നമ്മളൊരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഇന്ന ആള് നിങ്ങൾ ഈ കഴിഞ്ഞ ജന്മം നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തത് കൊണ്ടാണ്. നമുക്കിപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാതറിന്റെ കാര്യം നമ്മൾ പറയുന്നു, ബ്രാൻ വെയ്സിന്റെ ബുക്കിൽ പറയുന്ന അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അവരൊരു സൈനികനായിരുന്നു, മെയിലായിരുന്നു. അപ്പൊ അന്നുണ്ടായ ഒരു പർട്ടിക്കുലർ ട്രോമ കൊണ്ടാണ് അവർക്ക് ഈ വെള്ളത്തിനെയും തീയെയും ഒരേപോലെ ഭയം എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പർട്ടിക്കുലർ ഒരു സൈക്കിയാണെന്ന് നമുക്ക് പറയാം. ദ സെയിം തിങ് ഈസ് ദെയർ റീഇൻകാർണേറ്റഡ് ആസ് കാതറിൻ ഇൻ ദിസ് ബർത്ത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ 2 ഭയങ്ങളും മാറിക്കിട്ടി. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാതറിൻ ഇനി ഒരു നെക്സ്റ്റ് ബർത്ത് എടുക്കുമ്പോൾ ഇതേ സൈക്ക് തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് ഞാൻ എന്ന് പറയുന്ന ഫീലിംഗ്, അതായത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുമോ, അതോ അതിനകത്ത് മാറ്റം വരും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതിന് മാറ്റം വന്നെന്ന് വരാം. എന്താന്ന് വെച്ചാൽ അടുത്ത സോൾ ലെവൽ അവര് വേറെ ഡിസൈഡ് ചെയ്തു എന്ന് വരാം. ഈ എക്സ്പീരിയൻസ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് അല്ല, എക്സ്പീരിയൻസ് അല്ല, ആ പേഴ്സൺ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് did need not be the same in the next birth. He or she can choose to be somebody else. ഇപ്പൊ മാഡവും ഞാനും ഇത്ര അടുത്തിരിക്കുകയാണ്. സോ യു ആർ ഡിഫറെന്റ്, ഐ ആം ഡിഫറെന്റ്. കാരണം നമ്മൾ ഫിസിക്കലി നമ്മൾ ഡിഫറെന്റ് ആണ്, പക്ഷേ നമ്മുടെ മാഡത്തിന്റെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ട്. നമ്മളിതിന് പറയുന്നത് നോർമലി ഇത് ആത്മാവാണെന്ന് പറയുന്നു, പക്ഷേ ഈ ആത്മാവ് സറൗണ്ടഡ് ബൈ സോ മെനി വാസനാസ്, നമ്മൾ അതിനെ മൈൻഡ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് പറയുന്നു. അപ്പൊ മാഡത്തിനെ ഇപ്പൊ മാഡം ആക്കുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ട്, എന്നെ ഞാനാക്കുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ്. അതെ, ഈ സെയിം സാധനത്തിനെ അതേ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ജനിക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറയുന്നത്, ആ ഫോർമാറ്റിൽ തന്നെ ജനിക്കണം എന്ന് നിർബന്ധം ഇല്ലാന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ചൂസ് ചെയ്യാൻ, എനിക്ക് വേറെ ഒരു ഫോർമാറ്റിൽ വേണം എനിക്ക് ജീവിതം കാണാനെന്ന്. അതാണ് ചോയ്സ്. അല്ല, ആ ഞാനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനല്ല, അത് സോളാണ്, ആത്മാവാണ് ഡിസൈഡ് ചെയ്യണത്. അതിലവിടെ ഞാനേ ഇല്ല. അപ്പൊ ഈ ഞാനെന്ന ഭാവം ഈ ജന്മത്തിലേ ഉള്ളൂ. അപ്പൊ കുടുങ്ങി. അപ്പൊ നമ്മളിതൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് സുഖമായിട്ട് ജീവിക്കുക, സുഖമായിട്ട് പോവുക, അത് അത്രയും നമ്മൾ ജനിച്ചത് ഭാഗ്യം. തനിച്ചത് ഭാഗ്യം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണു. അത് നമ്മുടെ കർമ്മം, ഓരോ ജന്മത്തിലും വന്ന കർമ്മങ്ങള്. ഇപ്പം പിന്നെ ഈ കാതറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതില് പിന്നെ അവരുടെ ട്രോമാറ്റിക് പാസ്റ്റ് ലൈഫ് ഈ ലൈഫിൽ അവർ ക്യൂർ ചെയ്തു. അങ്ങനെ ഒരു ട്രോമാറ്റിക് ലൈഫ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ലൈഫ് തന്നെ ആവണമെന്നില്ല.
അപ്പൊ ഈ പറയണ ഞാൻ വേറെയല്ലേ ചൂസ് ചെയ്തത്. അതെ അതെ അതെ. ഇപ്പൊ 5 ജന്മം മുമ്പ് ചൂസ് ചെയ്തത് ഈ പ്രീവിയസ് ജന്മത്തിലല്ലല്ലോ. അല്ല മാഡം, ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസും ബാക്കിയുള്ള ഈ ഔട്ട്വേർഡ് സിറ്റുവേഷൻസും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഞാനാണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോ നമുക്ക് ഞാനിപ്പോ ഒരു കാര്യം കാണുന്നത് പോലെ ആ ബർത്തിലും അകത്തിരുന്ന് കാണും. അത് ആ ബർത്തില് ചൂസ് ചെയ്ത എക്സ്പീരിയൻസ് കാണേണ്ടതേ കാണുള്ളൂ. എന്തായാലും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡിയ അങ്ങോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് ചൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കാണും. അല്ലാതെ ഈ ജന്മത്ത് ഞാൻ അടുത്ത ജന്മത്തിൽ ഇതാണ് കാണാൻ. ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമ്മുടെ മത്സ്യം കൂർമ്മം വെരി far off example for human beings. അല്ല ഓക്കെ, എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇതെല്ലാം എന്താണ് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളാണ്. ഈ 10ലും 10 രൂപങ്ങളിൽ വന്നുവെങ്കിലും അതിനകത്തിരുന്നു കൊണ്ട് കണ്ട ആൾ ഞാനെന്നല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, പക്ഷെ അതൊരു ഭയങ്കര ഇവോൾവ് സോളാണ്. അപ്പൊ ആ സോളിനെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സോൾസിനൊക്കെ അത് ഡിസൈഡ് ചെയ്യാം. ഫോർമാറ്റ് അല്ല മാഡം ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ അകത്തിരുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ 10 അല്ലെങ്കിൽ 15 തരത്തിലുള്ള ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് തണുപ്പ് വരുന്നു, ഹീറ്ററിൽ നിന്ന് ചൂട് വരുന്നു, പക്ഷെ സ്റ്റിൽ അതിനകത്തുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. അതേപോലെ ഈ ഞാനിപ്പോ എന്റേതായ ചില പേഴ്സണൽ സംഗതികളായിട്ട് ഞാൻ കണക്കാക്കി വയ്ക്കുന്ന എന്റെ ഈ ഒരു സൈക്ക് എന്ന് പറയുന്ന സാധനം പിന്നെ ഏതെങ്കിലും ജന്മങ്ങളിൽ ഞാൻ വേറൊരു ഫോർമാറ്റിൽ വരുമ്പോഴും ഇതേ രൂപത്തിൽ എനിക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം.